ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2023 മുതൽ സംരക്ഷണം ആരംഭിച്ച അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ആന്തോളജി അമേരിക്കൻ കോർട്ട് റൂം ഡ്രാമ സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസ് എന്ന് പറയുന്നത് 2010 പുറത്തിറങ്ങിയ ഇതേ പേരിലുള്ള ഒരു ബ്രിട്ടീഷ് സീരീസിനെ ആസ്പദമാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സീരീസിന്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പല കേസുകളിലായി കുറ്റാരോപിതരായി കോടതിയിൽ എത്തപ്പെടുന്ന ഓരോ ആളുകളുടെ കഥയാണ് ഓരോ എപ്പിസോഡിലും ഈ സീരീസ് നമ്മളോട് പറയുന്നത്. ഈ സീരീസിന്റെ ആദ്യത്തെ സീസണിൽ 15 എപ്പിസോഡാണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ സീസണിലെ പല എപ്പിസോഡുകളും ട്വിസ്റ്റും ഡെപ്തും തന്നെ ഇല്ലാതെ പ്ലെയിൻ ആകുന്ന പോലെ ഫീൽ ചെയ്തു. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആകുന്ന പോലെയും ലോജിക് ഇല്ലാത്തയും രീതിയിലാണ് ഇതിൻ്റെ കോർട്ട് റൂം ഡ്രാമ സീക്വൻസ് സെറ്റ് ചെയ്തത്. ഈ സീസണിലെ ഒട്ടുമിക്ക എപ്പിസോഡ്സും ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫീല് മാത്രമാണ് എനിക്ക് നൽകിയത്. അത്യാവശ്യം കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് സീസൺ 1 തന്നെ ആദ്യത്തെ എപ്പിസോഡായ സ്കോട്ട് സ്റ്റോറിയാണ്. ആ കഥയിൽ കുറച്ചുകൂടി ഒരു ഇമോഷണൽ ഡെപ്തും ക്യാരക്ടർ കണക്ഷനും എല്ലാം തന്നെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. സീസൺ 2 വരികയാണെങ്കിൽ സീസൺ 2 8 എപ്പിസോഡാണ് ഇറങ്ങിയിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി സീസൺ 1 വെച്ച് നോക്കുമ്പോൾ സീസൺ 2 ഒരുപാട് ബെറ്റർ ആണ്. സീസൺ 2 ഒട്ടുമിക്ക എപ്പിസോഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട എപ്പിസോഡ് എന്ന് പറയുന്നത് സീസൺ 2 ഫിനാലയിലെ മേഗൻ സ്റ്റോറി എന്ന് പറയുന്ന എപ്പിസോഡ് തന്നെയാണ്. നമുക്ക് ഈ എപ്പിസോഡ് കാണുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ബ്ലാക്ക് മിറർ സീരീസിന്റെ ഒരു വൈബ് തന്നെ ഈ ഒറ്റ എപ്പിസോഡിൽ ലഭിക്കുന്നുണ്ട്. ഈ സീരീസ് ആന്തോളജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡും എന്നെ പോലെ തന്നെ മാറിയിരിക്കാം. ബട്ട് മേഗൻ സ്റ്റോറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓവറാൾ ഞാൻ ഈ സീരീസിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് 4 ഔട്ട് ഓഫ് 10. സോ നിങ്ങളുടെ റിവ്യൂവും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡും കമൻറ്റിൽ പറയാൻ ശ്രമിക്കുക. സോ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്.